സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി പുനർനിയമിക്കണമെന്ന ഉത്തരവ് നടപ്പിലാക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയാണ് ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ സുപ്രീംകോടതിയിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി പുനർനിയമിക്കണമെന്ന ഏപ്രിൽ 24 ഉത്തരവിൽ സ്വീകരിച്ച നടപടികളും നളിനി നെറ്റോ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് 25-നാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 26-ന് നടപടികൾ ആരംഭിച്ചു. നിയമസെക്രട്ടറിയുടെ ഉപദേശം തേടി. നിയമസെക്രട്ടറിയുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് 28-ന് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടി. മെയ് 1-ന് AGയുടെ നിയമോപദേശം സംസ്ഥാന സർക്കാരിന് ലഭിച്ചു. 24-ാം തീയതിയിലെ ഉത്തരവിൽ വ്യക്തത തേടി സുപ്രീംകോടതിയെ സമീപിക്കണമെന്നായിരുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തത തേടി സുപ്രീംകോടതിയെ സമീപിച്ചത്. മെയ് 3-ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗം സെൻകുമാറിന്റെ നിയമന വിഷയം ചർച്ച ചെയ്തുവെങ്കിലും സുപ്രീംകോടതി വ്യക്തതാപേക്ഷയിലെടുക്കുന്ന തീരുമാനം വരെ കാത്തിരിക്കാൻ ധാരണയായി. എന്നാൽ സുപ്രീംകോടതി സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി പുനർനിയമിക്കണമെന്ന ഉത്തരവിൽ ഒരു വ്യക്തതക്കുറവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയതോടെ തൊട്ടടുത്ത ദിവസം തന്നെ നിയമന ഉത്തരവിറക്കിയതായി ചീഫ് സെക്രട്ടറി മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പ് പറയുന്നതായി ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ സുപ്രീംകോടതിയെ അറിയിച്ചു. കോടതിയലക്ഷ്യ നടപടികൾ അവസാനിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ മാപ്പപേക്ഷ നാളെ സുപ്രീംകോടതി പരിഗണിക്കും. ഇതിനിടെ TP സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി പുനർനിയമിക്കണമെന്ന ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ നൽകിയ പുനഃപരിശോധനാ ഹർജി പിൻവലിക്കാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. DGP പദവിയിൽ നഷ്ടപ്പെട്ട സേവന കാലാവധി നീട്ടി നൽകണമെന്ന് സെൻകുമാർ നാളെ കോടതിയിൽ ആവശ്യപ്പെടാൻ സാധ്യതയില്ലെന്നാണ് സൂചന. PS വിനയ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.